ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വെള്ളരിക്ക മോരുകറിയുടെ റെസിപ്പിയുമായാണ്. തേങ്ങയൊന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഈ മോരുകറി ഉണ്ടെങ്കിൽ ചോറിന് വേറെ പ്രത്യേകിച്ച് കറികളുടെ ആവശ്യം ഒന്നുമില്ല. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് അളവിൽ വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെള്ളരിക്ക നികക്കനെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കവർ ചെയ്തതിന് ശേഷം ഇവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുക്കായി കിട്ടുന്ന ഒന്നാണ് വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വെള്ളരിക്കയുടെ ആ വെള്ള കളറെല്ലാം മാറി വെള്ളരിക്കയുടെ കഷ്ണങ്ങൾ എല്ലാം ഒരു ട്രാൻസ്പെറൻ്റായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനായി 1.5 കപ്പ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ തൈര് നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ആ ചട്ടിയുടെ ചൂടൊന്ന് ക്രമീകരിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തൈര് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് അല്പം കൂടെ വെള്ളം ചേർത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവുകയില്ല. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. തൈര് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. കാരണം തൈര് ഇനി തിളപ്പിക്കാൻ പാടില്ല. തിളപ്പിക്കുകയാണെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് ആവി വരുന്ന സമയം വരെ നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നിന്ന് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. 1/4 ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മോര് കറിയുടെ മുകളിലായിട്ട് ആവി പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നന്നായി ചൂടായതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉലുവപ്പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് താളിച്ച് ചേർക്കുന്ന സമയത്ത് അല്പം ഉലുവ ചേർത്ത് കൊടുത്താൽ മതി. താളിച്ച് ചേർക്കണം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് 2 വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. കാരണം അയൺ കടായി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടായിപ്പോവും. പിന്നീട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് താളിച്ച് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരിക്ക മോര് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തിരക്ക് പിടിച്ച സമയങ്ങളിലെല്ലാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഈ മോര് കറി നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻസ് ആയിട്ട് താഴെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.